എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുണ്ട്. എല്ലാം കഥന്റെ കീഴിലേക്ക് പോവാം. ആദ്യമേ പറയാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും അപ്ഡേറ്റ്സിന്റെ ഭാഗമായിട്ട് വരും. തീർച്ചയായിട്ടും അത് നോക്കിയിട്ടല്ല നമ്മൾ അപ്ഡേറ്റ്സ് പറയുന്നത്. നമുക്ക് ശരിയാണ് എന്ന് തോന്നുന്ന കുറച്ചെങ്കിലും, അതായത് പൂർണ്ണമായും നമുക്ക് എല്ലാം ഇറങ്ങിച്ചെന്ന് കണ്ടെത്താൻ പറ്റില്ല, പക്ഷെ കുറച്ചെങ്കിലും ഇതാണ് ശരി എന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ പറയുന്നത്. അത് ഞങ്ങളുടെ ബോധ്യങ്ങളാണ്. ഓക്കെ, അല്ലാതെ ഒരു വിഭാഗത്തിനെ സൂചിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തിനെ തരം താഴ്ത്താനോ ഞങ്ങൾ ശ്രമിക്കാറില്ല. അത് ആദ്യമേ പറയണം. ഫസ്റ്റ് തന്നെ ഈ സാധനം പറഞ്ഞു പോവാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇതിന് ശേഷം കാണണം എന്നല്ലെങ്കിൽ താല്പര്യമുള്ളവർക്ക് കണ്ടാൽ മതിയല്ലോ. അതുകൊണ്ടാണ് എന്തായാലും മത്സരമില്ല കേട്ടോ. ഓക്കെ, ഒരുപാടുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ തകർത്തേനെ. തോറ്റു മൂഞ്ചിട്ടല്ല. ഫസ്റ്റ് കിഴി, മസ്തിഷ്ക മരണം. മസ്തിഷ്ക മരണത്തിന്റെ അനൗൺസ്മെന്റ് പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. കിഷാന്താണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത്. ഒരു 5-6 ഫസ്റ്റ് ലുക്ക് ഉണ്ട്. വിനായക അജിത്താണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ഗഗനാചാര്യന്റെ പ്രൊഡ്യൂസർ. എന്നാണെങ്കിൽ രജിഷ വിജയൻ, ദിവ്യപ്രഭ, ജഗദീഷ്, സുരേഷ് കൃഷ്ണന്റെ മീശ അടിപൊളിയായിട്ടുണ്ട്. ഗംഭീര ലുക്ക്. മൊത്തത്തിൽ എല്ലാവരുടെ ലുക്കും സൂപ്പർ ആയിരുന്നു. ഭയങ്കര സ്റ്റൈലിഷ് ലുക്കിലായിരുന്നു. അതെ അതെ അതെ, എന്തായാലും ഒരു ഗംഭീര സിനിമ തന്നെ ആയിരിക്കും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കാം, കാത്തിരിക്കാം. അതായത് കിഷാന്ത് പ്രത്യേക തരം സിനിമകളെ വെറൈറ്റിയാണ്. കിഷാന്തിന്റെ എല്ലാ സിനിമകളുടെ പേരും വളരെ വ്യത്യസ്തമാണ്. ഇതുപോലത്തെ പേരുകൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഭവം. നമ്മൾ ഇരുത്തി കളയും. ഇരുത്ത് മാത്രമല്ല, കിടത്തി കളയും ചില സമയം. ശരിക്കും ഇതിന്റെ ഫുൾ പേര് പറഞ്ഞാൽ എന്താണത്? അതായത് മസ്തിഷ്ക മരണം മാത്രമൊന്നല്ല, അങ്ങനെ എന്തൊക്കെയുണ്ട്, കുറെ സംഭവങ്ങളുണ്ട് അതിന്റെ മുന്നില്. എന്താണെങ്കിലും അടുത്ത കിഴി എടുത്തോ, വേർത്തിട്ട് ഒഴുകുന്നു. ഓക്കെ, അടുത്ത കിഴി ആഭ്യന്തര കുറ്റവാളി. സിനിമയുടെ ഈസ്റ്റർ പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. ആസിഫ് അലി നായകനാവുന്ന സിനിമയാണ്. സിനിമ റിലീസിനെത്തുന്നത് പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. റിലീസ് ഡേറ്റ് മാറ്റിയതാണ്. 17 വരുമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെയ് 1 ഇത് പ്ലാൻ ചെയ്യുന്നത്. സേതുനാഥ് പത്മകുമാറാണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത് കേട്ടോ. അടുത്തത് വലതുവശത്തെ കള്ളൻ, ജിത്തു ജോസഫ്. ഞാൻ തന്നെയാണുള്ളത് വലതുവശത്തെ കള്ളൻ. കറക്റ്റല്ലേ, ഞാൻ തന്നെ എടുക്കുകയും ചെയ്തുള്ളത്. നീ ആദ്യം ഓർത്തില്ലല്ലേ? ആ സമയത്തല്ലേ നീ മാറി. നല്ല രസമായിരുന്നു. അതുമല്ല, നീ എടുത്താലും ഇത് അങ്ങനെ തന്നെയല്ലേ വരുള്ളൂ. ആരെടുത്താലും വലതുവശത്തെ കള്ളൻ ചെയ്യാനാന്ന് പറയാം. കറക്റ്റ് ആയിട്ട് അങ്ങ് എത്തി. ജിത്തു ജോസഫ്, താങ്ക് യു. അറിഞ്ഞിട്ട പേര്. ഷാജി നടേശനാണ് പ്രസൻസ് കേട്ടോ. എന്നാണെങ്കിലും ജോജു ജോർജ്, ബിജു മേനോനാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. എന്തായിരുന്നു പറയാ, ഡിനോ തോമസ് ഈലൻ ആളാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് കേട്ടോ. ഓക്കെ, അടുത്ത കിഴി വലതുവശത്തെ കള്ളൻ. ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയേണ്ട ആവശ്യമില്ല, കിട്ടുമ്പോൾ വായിച്ചാൽ മതി. ഓക്കെ, അടുത്ത കിഴി ധ്രുവ നക്ഷത്രം. പുതിയൊരു ഡേറ്റ് വന്നിട്ടുണ്ട്, റിലീസ് ഡേറ്റ് പ്ലാൻ ചെയ്യുന്നത്. അതായത് ഓരോ ദിവസങ്ങളിൽ ഓരോ ഡേറ്റ് വരുന്നുണ്ടല്ലോ, അതുപോലെ ഒരു പുതിയ ഡേറ്റ് ജൂൺ 13 സിനിമ റിലീസിനെത്തും എന്നുള്ളതാണ് അടുത്ത പുതിയ ഡേറ്റ്. എല്ലാ വർഷവും ഓരോ ജൂണും ഓരോ ജൂൺ 13 ഉണ്ടല്ലോ, ഉള്ളതുകൊണ്ട് ഇവരിങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നു. അതായത് ഒരു വർഷത്തിൽ എല്ലാ ദിവസവും റിലീസ് ചെയ്ത സിനിമയായി ഇപ്പോൾ. ഇനിയിപ്പോൾ ഡേറ്റ് ഒന്നും ഇല്ല, എല്ലാം ഇനിയിപ്പോൾ അനൗൺസ് ചെയ്ത ഡേറ്റ്. അടുത്തത് റെട്രോ സിനിമയുടെ കേരള പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്യാണ് 27-ാം തീയതി തിരുവനന്തപുരത്ത് വെച്ചിട്ട്. എല്ലാരും ഉണ്ടാവും കേട്ടോ. ജോജു, സൂര്യ, ജയറാം, പിന്നെ കാർത്തിക് സുബ്രാജ്. ഓക്കെ, പിന്നെ നമ്മുടെ പൂജ ഹെഗ്ഡനെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. വരുമായിരിക്കും. ലുലു മാളിലാണ് കേട്ടോ തിരുവനന്തപുരം. സ്റ്റെപ്പും കനിമ. ഓക്കെ, അടുത്ത കിഴി മദ്രാസി. ശിവകാർത്തികൻ നായകനാവുന്ന സിനിമയാണ്. AR മുരുകദോസാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ 12 ദിവസത്തെ ഒരു പെൻഡിങ് ഉണ്ട് ഇതിൻ്റെ ക്ലൈമാക്സ് പോർഷനിലുള്ള. അത് ഇതിൻ്റെ അതായത് പരാശക്തി സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം ചെയ്യും എന്നുള്ളതാണ് കേൾക്കുന്നത്. പരാശക്തി ഇപ്പം ശ്രീലങ്കയിൽ. അടുത്തത് പുരി ജഗന്നാഥ്, വിജയ് സേതുപതി മൂവി. ഓക്കെ, സിനിമയുടെ പേര് അതായത് ടൈറ്റില് ബഗർ എന്നായിരിക്കും എന്നാണ് കേൾക്കുന്നത് കേട്ടോ. ബഗർ കുബേരപ്പ അതേപോലത്തെ സാധനമായിരുന്നു. അല്ലല്ല, ബഗർ ഓൾറെഡി വേറെ ഒന്നല്ലേ? ബഗർ ഉണ്ട്, അത് നമ്മുടെ കവിൻ നായകനായ സിനിമ അല്ലേ? അത് ബ്ലഡി ബഗർ അല്ലേ? അത് ബ്ലഡി ബഗർ മാത്രം. ഓക്കെ, അതാ പറഞ്ഞത്. കുറേ കഥാപാത്രങ്ങൾ.
ഓക്കെ, അടുത്ത കിഴി പടക്കുതിര. പടക്കുതിര സിനിമയുടെ ഒഫീഷ്യൽ ട്രailer ഇന്ന് 5 മണിക്ക് വരും. ഈ കിഴി എപ്പിസോഡ് ചിലപ്പോൾ 5 മണിക്ക് ശേഷമായിരിക്കും കേട്ടോ. അപ്പോൾ വന്നിട്ടുണ്ട് ആൾറെഡി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അടുത്തത് ഓക്കെ, ഇതിന്റെ DOP ചെയ്തിരിക്കുന്നത് ജിജു സണ്ണിയാണ്. ജിജു സണ്ണി അത് നമ്മുടെ സുഹൃത്താണ്. മുത്താണ് നമ്മുടെ മുത്ത്. ബസൂക്ക സിനിമയുടെ ഒരു ലൊക്കേഷൻ സ്റ്റില് പുറത്തുന്നുണ്ട്. അതെ, മൂപ്പറ സ്ഥിരം പരിപാടിയാണ്, എന്നാലും ഗംഭീരമായിട്ടുണ്ട്. അതായത് ഇത് ഐശ്വര്യമേനൻ അന്ന് പറഞ്ഞപ്പോഴേ ആൾക്കെതിരെ കുറച്ച് ട്രോളൊക്കെ വന്നിട്ടുണ്ട്. ഓ പിന്നെ എന്തൊക്കെ കഴിവുകളാണ് നമുക്കൊക്കെ എന്ന് പറഞ്ഞിട്ടുള്ളത്. സത്യം, ശരിക്കും അത് സത്യമാണെന്ന് ആള് തന്നെ ഫോട്ടോ ഇട്ടിട്ട് തെളിയിച്ചു തന്നിട്ടുണ്ട്. ഇതിന്റെ പഴയതുണ്ട് ഇതുപോലെ. ഇതേപോലെ പഴയ പരിപാടി ഉണ്ട്, ഷൂവില് കപ്പൊക്കെ വെച്ചിട്ട്. ശരിക്കും ഇതിന് പ്രത്യേക കോൺസെൻട്രേഷൻ വേണല്ലേ. പിന്നെ ഒന്നിളകിയാ പോയില്ലേ. പിന്നെ ഞാനും മൂപ്പരൊക്കെ പിന്നെ ഈ കോൺസെൻട്രേഷൻ ലെവലിൽ ഹൈ ആയതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു കഴിവ് അതായത് ആർക്കും ഇല്ലാത്തൊരു രീതിയിലുള്ളൊരു കഴിവ് എനിക്കുണ്ട്. അത് ഞാൻ ദൂരെ യാത്രയ്ക്ക് ഇരിക്കാതെ തന്നെ ബസ്സിൽ നിന്ന് ഉറങ്ങും. അത് ഞാൻ ഉറങ്ങിയിട്ടുണ്ട് ഉണ്ടല്ലേ. ഞാൻ ട്രെയിനില് മറ്റേ ചെന്നൈന്ന് ഒറ്റപ്പാലം വരെ രാത്രി ഉറങ്ങി. ട്രെയിൻ ഒരു പ്രശ്നമല്ലല്ലോ. പ്രശ്നം തിരക്കായിരുന്നു. തിരക്കൊക്കെ അപ്പൊ വീഴൂലല്ലോ. അതാണ് പറഞ്ഞു കഴിഞ്ഞാലേ വളവും തിരിവും ചവിട്ടലും. ഞാൻ ഇതേപോലെ ഞാന് അമ്മയുടെ വീട്ടിലോട്ട് പോണ വഴിക്ക് ബസ് മാറി 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 കയറി പണ്ട്. അപ്പം ഒരു സ്ഥലത്ത് മുക്കത്തുനിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത പിന്നെ താമരശ്ശേരിക്ക് പോവാണ്. ആ ബസ്സിൽ കയറി കഴിഞ്ഞിട്ട് നിന്നങ്ങോട്ട് ഉറങ്ങി. ബ്രേക്ക് ഇട്ടപ്പോഴാണ് ഞാൻ അറിയുന്നത്, അതായത് അടുത്ത സ്റ്റാൻഡിലെത്തി എന്നുള്ളത് അറിയുന്നത് അപ്പോഴാണ്. ഞാൻ ബസ്സിൽ നിന്ന് ഉറങ്ങും. അത് ചില സമയങ്ങളിൽ എപ്പോഴൊന്നും ഇല്ല കേട്ടോ, നമ്മളൊക്കെ ക്ഷീണം. അതായത് ഞാൻ മഞ്ചേരി പഠിച്ചോണ്ടിരുന്നത്, മഞ്ചേരി വരെ ഞാൻ അങ്ങനെ നിന്ന് ഉറങ്ങും. അങ്ങനെ പിടിക്കും, എന്നിട്ട് കൈ ഇവിടെ വെക്കും, ഒറ്റ ഉറങ്ങല്, എന്നിട്ടങ്ങ് ഉറങ്ങും. എന്നിട്ട് ഉറങ്ങാൻ പറ്റിയില്ലല്ലോ നിന്നുകൊണ്ടായിരിക്കും എന്ന് കരുതി തുറക്കുമ്പോൾ മഞ്ചേരിയാ എപ്പോഴും സംഭവിക്കുന്നതാണ്. അപ്പം ഞാൻ ഉറങ്ങിയാന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടാവില്ല. എന്താണെങ്കിലും അങ്ങനെ പല കഴിവുകളുള്ള കഴിവേറിയാണ്. പലർക്കും പല കഴിവുകളുണ്ട്, അതിൽ ഒരു കഴിവ് ഇതുണ്ട്. ഓക്കെ, അടുത്ത കിഴി തുടരും. തുടരും സിനിമ റിലീസിലെത്തുന്നത് ഈ മാസം 25-ാം തീയതി. ഇനി കാത്തിരിക്കുന്നത് 4 ദിവസം കൂടി. എന്തായാലും ഇതിൻ്റെ മിക്സിങ് കഴിഞ്ഞിട്ടുണ്ട്, ടോട്ടൽ മിക്സിങ് കഴിഞ്ഞിട്ടുണ്ട്. അതിലൊരു ഫോട്ടോ വന്നിട്ടുണ്ട്. 4 ദിവസം. ഓരോരുത്തർക്കും അങ്ങനെ പലതരം കഴിവുകളുണ്ടാവും. അല്ലേ, വിചിത്രമായ പല കഴിവുകളുള്ളവരുണ്ടാവും. എന്തായാലും കമന്റ് ബോക്സിൽ നിറണേ, ഒന്ന് അറിയാലോ എന്തൊക്കെ അടുത്തത്. ഓക്കെ, ഓ മോനെ പൊളി. അർഷാദ് വർസി ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് കേട്ടോ കിങ്ങില്. മറ്റൊരാൾ കൂടി മറ്റൊരാൾ കൂടി റൂമറിൽ പെട്ട് കളിക്കുന്നുണ്ട്. വേറെ ആരുമല്ല, DQ. ഒരുപാട് വില്ലന്മാരുണ്ട്, അതിലൊരു വില്ലനായിരിക്കുമെന്നാണ് കേൾക്കുന്നത് കേട്ടോ. ഇത് സോഷ്യൽ മീഡിയ പറയുന്നതാണ്. ഷാറൂഖ് ഖാന്റെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള പല പേജുകളിലും ഇത് കളിക്കുന്നുണ്ട്. അത് മാത്രമാണ് ഞങ്ങൾ പറഞ്ഞുള്ളത്. ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ചോദിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് അറിയാൻ പറ്റിയിട്ടില്ല. അത് നമുക്ക് നോക്കാം, അറിയുകയാണെങ്കിൽ പറയാം. ഓക്കെ, അടുത്ത കിഴി എടുത്തോ. ഞാൻ തന്നെയാണ് പണിയെടുക്കണം. ഓക്കെടാ, എന്ത് 2 കിഴിയൊക്കെ പുറത്തായിരുന്നു. കഴിഞ്ഞില്ലേ, ഇതോടെ കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ഓക്കെ, അടുത്ത കിഴി. പോന്നോട്ടെ. ജനനായകൻ. H. വിനോദ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. വളരെ വിഷമത്തോടെ പറയേണ്ട സാധനം. അതെ, ദളപതി വിജയ് നായകനാവുന്ന സിനിമയാണ്. പൂജ ഹെഗ്ഡെയാണ് ഇതിലെ നായിക. ആൾ പറഞ്ഞത്, അതായത് വിജയ് ആളോട് പറഞ്ഞോന്ന് തൻ്റെ ലാസ്റ്റ് സിനിമ ആയിരിക്കും എന്നുള്ള സൂചന കൊടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആളുടെ ഒരു ലേറ്റസ്റ്റ് ഇന്റർവ്യൂവിൽ പറഞ്ഞതാണ്. അവസാനത്തെ സിനിമ തന്നെ ആയിരിക്കും എന്ന് വിജയ് പറഞ്ഞിട്ടുണ്ടെന്നാണ് കേട്ടത്. അയ്യോ, അപ്പോൾ അതിൽ ഭയങ്കരമായിട്ട് വിഷമിച്ച് നിൽക്കുകയാണെന്ന്. കാരണം ഇനി ഇതിലല്ലേ കാണാൻ പറ്റുള്ളൂ. സത്യം, നമുക്കും ആ ഒരു വിഷമം. തീർച്ചയായിട്ടും അങ്ങേരൊക്കെ ഉണ്ടാക്കുന്ന ഓളല്ലേ ശരിക്കും മനുഷ്യന്. എന്താണെങ്കിലും പ്രതീക്ഷകൾ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ഉള്ളിൽ ചെറിയൊരു പ്രതീക്ഷ ഉണ്ട്. അല്ല, പറഞ്ഞാലും പിന്നീട് മാറാലോ. പിന്നെ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് അഭിപ്രായങ്ങളൊക്കെ പിന്നീടൊക്കെ മാറി അല്ല, അഭിപ്രായങ്ങൾ അങ്ങനെ തന്നെയാണ്, മാറിക്കൊണ്ടിരിക്കും. എന്താണെങ്കിലും ഒരു വീണ്ടും വിചാരം ഉണ്ടാവട്ടെ. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.